ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷൻ നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആവാനുമായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതായത് അതിനെ സഹായിക്കുന്ന ഒരു 3-4 പോയിന്റ്സ് ആണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് അങ്ങോട്ട് ലാഗ് ചെയ്യിപ്പിക്കുന്നില്ല, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലവ്, എക്സൈറ്റ്മെന്റ് ആൻഡ് ജോയ്. അതായത് ഇപ്പൊ നിങ്ങൾ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് വേണം അവരോട് പെരുമാറാനായിട്ട്. അതേപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഫൺ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ചൊക്കെ തമാശകൾ പറയാം, അങ്ങനെ ഫൺ ആവാനും അവരെ കുറച്ചുകൂടി ഒന്ന് ഹാപ്പി ആക്കാൻ, ചിരിപ്പിക്കാനൊക്കെ ആയിട്ടൊന്ന് ശ്രമിക്കുക. സെയിം ടൈം നിങ്ങളിലുള്ള പ്രണയം അവർക്ക് അറിയാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അവരോട് പെരുമാറാനായിട്ട്. അതേപോലെ തന്നെയാണ് നിങ്ങൾ റെസ്പെക്റ്റോടു കൂടി അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ ചിലർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മളെ കുറിച്ച് അറിയാനായിട്ട് താല്പര്യം കാണിക്കുന്നതൊക്കെ. സോ ഇത്തരത്തില് നിങ്ങൾ അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ആധാർ നമ്പറും പാൻ കാർഡ് നമ്പറും ഒന്നും ചോദിക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ചോ അവരുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം എന്നുള്ളതാണ്. സോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവരോട് ചോദിക്കാവുന്നതാണ്. അങ്ങനെ വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇത്തരത്തിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുകയും ഫണ്ണായിരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയം അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അവിടെ ജോയ് എന്ന് പറയുന്നത് വന്നിരിക്കും. അതേപോലെ തന്നെയാണ് ലവ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്ന രീതിയിൽ വേണം അവരോട് പെരുമാറാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അവരെ കാണുമ്പോൾ പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റും അവരിൽ വന്നിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ സന്തോഷവും അതുപോലെ തന്നെ വളരെ പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് കൂടുതൽ അട്രാക്റ്റഡ് ആവും എന്നുള്ളതാണ്. അങ്ങനെ അട്രാക്റ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളിലേക്ക് കൂടുതൽ അഡിക്റ്റ് ആയി വരികയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, അതായത് ലവ്, എക്സൈറ്റ്മെന്റ്, ജോയ്, ഇത് ഉറപ്പായിട്ടും അവരെ കാണുന്ന സമയത്ത് പാലിക്കാനായിട്ട്, അതായത് ഇനി മുതൽ അങ്ങോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റി ആൻഡ് ഗ്യാപ്പ് ആണ്. അതായത് എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഗ്യാപ്പ് ഇടുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതായത് എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരിക്കാതെ ഒന്ന് വീട്ടിൽ പോയി ഒരാഴ്ചയൊക്കെ ഇരുന്നിട്ട് വരാവുന്നതേ ഉള്ളൂ. ആ ഒരാഴ്ച നിങ്ങളെ അവർ വല്ലാതെ മിസ് ചെയ്യും എന്നുള്ളതാണ്. സെയിം ടൈം നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും മീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരാഴ്ചത്തേക്കൊക്കെ മീറ്റ് ചെയ്യാതിരിക്കുക, കാണാതെ ഒന്ന് ഗ്യാപ്പ് ഇട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മളെ മിസ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, കാരണം എപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. സോ ഇത്തരത്തിൽ ഗ്യാപ്പ് വരുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് മിസ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇത്തരത്തിലൊരു മിസ്സിംഗ് ഫീല് അവരിൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്തൊക്കെ ഉറപ്പായിട്ടും അവരിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, നിങ്ങൾ എന്താണ് ചെയ്യുന്നുണ്ടാവുക എന്നറിയാനായിട്ട്. ആ ഒരു ക്യൂരിയോസിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാനും കൂടി ശ്രമിക്കുക. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫിയർ ആൻഡ് അട്രാക്ഷൻ ആണ്. അതായത് അവരിൽ ചെറിയൊരു പേടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൽഫ് കെയർ, സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സെൽഫ് കെയർ ചെയ്ത് തുടങ്ങുക. അപ്പൊ അധികം അങ്ങനെ ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ, മീൻസ് ബ്യൂട്ടി കോൺഷ്യസ് ആവണമെന്ന് പറയുന്നില്ല, ചെറിയ രീതിയിലൊക്കെ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക. ചെറിയ രീതിയിൽ നിങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നിങ്ങളെ സ്വന്തമായി കെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരിലുള്ള അട്രാക്ഷൻ നിങ്ങളിലേക്ക് കൂടുതൽ വരും എന്നുള്ളതാണ്. അങ്ങനെ അട്രാക്റ്റഡ് ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങും. മീൻസ് നിങ്ങളെ കാണാതെയൊക്കെ കുറച്ച് നാളൊക്കെ കാണാതിരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്ത് തുടങ്ങും. ഇനിയിപ്പോൾ കുറച്ച് ദൂരേക്കുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ചെറിയൊരു പേടിയും കൂടി വരും. ആള് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോൾ ഞാനില്ലാത്ത സമയത്തൊക്കെ ആരെങ്കിലും അവരെ പോയി പ്രപ്പോസ് ചെയ്യോ അല്ലെങ്കിൽ അവരെ കൂടുതൽ നന്നായിട്ട് അപ്രോച്ച് ചെയ്യോ, ഇങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെ അവരുടെ മനസ്സിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത്തരത്തിൽ ഒരു ഫിയർ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് സെൽഫ് കെയർ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇനി മുതൽ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും ഇത് അവരുടെ മനസ്സിൽ ഒരു പേടി ഉണ്ടാക്കാനായിട്ടും അതേപോലെ തന്നെ നിങ്ങളിലുള്ള അട്രാക്ഷൻ കൂട്ടാനായിട്ടും സഹായിക്കും. ഇനി നാലാമത്തെ ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക എന്ന് പറയുമ്പോൾ ഫുൾ ടൈം ബിസി ആയിരിക്കുക എന്നുള്ളത് അതിന് അർത്ഥമല്ല. ഇപ്പൊ നിങ്ങൾ എപ്പോഴും അവർ വിളിക്കുന്ന സമയത്തൊക്കെ എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ, കാണാൻ വരാം എന്ന് പറയുമ്പോൾ എപ്പോഴും പോവാനായിട്ട് തയ്യാറാവുന്ന പേഴ്സൺ ആണെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് ബിസി ആയതുപോലെ കാണിക്കുക. തിരക്കാണ് എന്നുള്ളത് പറയാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തിരക്കുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ കൂടുതൽ അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എപ്പോഴും നമ്മൾ അവൈലബിൾ ആവുമ്പോൾ നമ്മളെ മിസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. സോ കുറച്ചൊക്കെ ഒന്ന് ബിസി ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, നിങ്ങളെ സെൽഫ് കെയർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രൊഫഷനിലാണെങ്കിൽ ആ പ്രൊഫഷണൽ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നിങ്ങളുടെ ജോലിയുമായിട്ടൊക്കെ കുറച്ചുകൂടി ഒന്ന് ഇൻവോൾവ് ആയി അതിൽ അങ്ങനെ ശ്രദ്ധിച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിടണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും തിരക്കായിട്ടിരിക്കണമെന്നോ അല്ല, ഇടയ്ക്കൊക്കെ എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചൊക്കെ അവൈലബിൾ ആവുന്ന ഒരു സ്വഭാവം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലും അവർ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യാനും അതേപോലെ നിങ്ങളിലേക്കുള്ള അട്രാക്ഷൻ കൂടാനും സെയിം ടൈം നിങ്ങളിലേക്ക് അഡിക്റ്റ് ആവാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒരു മാറ്റം ഉണ്ടായിരിക്കും. ചിലരൊക്കെ ഉണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ആൾക്ക് എന്നോട് അത്ര വലിയ സ്നേഹവും തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്നെ മിസ് ചെയ്യുന്ന പോലെയൊന്നും എന്നോട് പറയാറില്ല, ഇങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ്സ് പറയുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. സോ ഇത്തരത്തിലൊരു കംപ്ലൈന്റ് ഉള്ള പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഉറപ്പായിട്ടും അവർ ഇനി മുതൽ നിങ്ങളോട് എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്താ പറ്റി, നീ മാറിയിട്ടുണ്ടല്ലോ, എന്താണ് നീ ഇപ്പം ഇങ്ങനെ പെരുമാറുന്നത്, ഇങ്ങനെയുള്ള മെസ്സേജും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, അത് നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ചോദിക്കുന്നതാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇങ്ങനെ ഒന്ന് പെരുമാറാനായിട്ട്, അതായത് ഈ രീതിയിൽ ഒന്ന് അവരോട് ബിഹേവ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കൂ. ഉറപ്പായിട്ടും ഒരു മാറ്റം കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്